ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും പിന്നെയും ഇങ്ങനെ വചനം പഠിക്കുവാനായിട്ട് ഒരു അവസരം കൂടെ ദൈവം നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് എടുക്കാൻ സാധിച്ചപ്പോൾ അത് ഒരു 8 മാസമെങ്കിലും ആയി കാണും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചില സവിശേഷതകളും സ്വഭാവ ശ്രേഷ്ഠതകളെയും പറ്റിയാണ്. അതിനായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദിസ് ജീസസ് ഹാത്ത് ഗോഡ് റൈസ്ഡ് അപ്പ്. അതുപോലെ 2-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. Therefore let all the house of Israel know assuredly that God hath made that same Jesus whom ye have crucified, both Lord and Christ. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ വേളയിൽ ഇതിന് നടക്കുന്നതിന്, ഈ 2-ാം അധ്യായം നടക്കുന്നതിന് ഏകദേശം 10 ദിവസത്തിന് മുമ്പായിരിക്കും അത് സംഭവിച്ചത്. ആ വേളയിൽ ദൂതന്മാർ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നതും ഏതാനും ഇതേ ടോണിലുള്ള മെസ്സേജ് തന്നെയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവിടെയും ദിസ് സെയിം ജീസസ് വിച്ച് ഈസ് ടേക്കൺ അപ്പ് ഫ്രം യു ഇൻ ഹെവൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ ഈ അതേ യേശു തന്നെയാണ്, അല്ലെങ്കിൽ ദിസ് സെയിം ജീസസ്, അവൻ മാറ്റമില്ലാത്ത യേശു ക്രിസ്തു തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കർത്താവിനെ അനേക കാലങ്ങളായിട്ട് നമുക്കറിയാം, അല്ലേ? എന്നാൽ നാം ദിനംദിനം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം അവനെ അറിയേണ്ടുന്നത് പോലെ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഇവിടെ വലിയൊരു വേലയെ പറ്റിയാണ് പ്രിയ ദൈവദാസൻ നമ്മളെ ഓർപ്പിക്കുന്നത്. അത് കർത്താവിന്റെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ ഏവരും വളരണം. അതിനെ ഒരു ശുശ്രൂഷയായിട്ടും ഒരു വേലയായിട്ടും വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവനോടൊപ്പം നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വലിയ വേലയ്ക്കായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. കാരണം കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതെന്താ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം, നമ്മുടെ റിക്കൺസിലിയേഷൻ, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് കർത്താവിന്റെ അടുത്തേക്ക്, ദൈവത്തേക്ക് അടുപ്പിക്കുന്ന കാര്യം സാധ്യമാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ദിനം ദിനം അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഈ കർത്താവിന്റെ സ്വഭാവ സവിശേഷതകളുടെ അളവും നീളവും എല്ലാം അറിയേണ്ട ഒരു ആവശ്യം ഏതൊരു വിശ്വാസിക്കുമുണ്ട്. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് വളരെ ധൈര്യത്തോടെ പ്രസ്താവിച്ചു പോകുന്ന പല കാര്യങ്ങളുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാൻ. എന്നാൽ തൻ്റെ ശുശ്രൂഷയെ കൂടുതലായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ താൻ മനസ്സിലാക്കിയതിലും ഒക്കെ വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് താൻ മനസ്സിലാക്കുകയും അവന്റെ വളർച്ച കണ്ടിട്ട്, അല്ലെങ്കിൽ അവന്റെ മഹിമയുടെ വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചതിന് ശേഷം അവനോ വളരണം ഞാനോ കുറയണം എന്നാണ് താൻ പറഞ്ഞത്. അവനെ നമ്മൾ കൂടുതലായി മനസ്സിലാക്കണം. കാരണം കൊലോസി ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ദേഹരൂപമായി ദൈവിക സ്വഭാവം മുഴുവനായിട്ട് വസിക്കുന്ന വ്യക്തിപ്രഭാവമാണ് യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ താൻ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച് നോക്കുക.
അതിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് മോശ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അനേക കാര്യങ്ങൾ തിരുവഴുത്തിൽ നമുക്കായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിച്ച കാര്യം, അവനെ ഒരു നിത്യജീവ വൃക്ഷമായിട്ട് തിരുവഴുത്തിൽ ഉടനീളം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉത്തമഗീതം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഉത്തമഗീതം 5-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠം തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ. അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ. അവന്റെ രൂപം ലബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. ഇവിടെ ശൂലമി തന്റെ പ്രിയനായ ഇടയച്ചെറുക്കിനെ പറ്റി, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒരു പ്രതിരൂപമായിട്ട് കാണുന്ന ഇടയച്ചെറുക്കിനെ പറ്റി വിവരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കായഭംഗിയെ പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹ സൗന്ദര്യത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന വേറൊരു വേദഭാഗം കൂടെ ഉണ്ട്. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെയും നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദർശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെളുത്തും വെള്ളയും, കണ്ണ് അഗ്നിജോലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചതുപോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. നേരത്തെ വായിച്ച ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ വളരെ വിരോധാഭാസം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന, അല്ലെങ്കിൽ വിപരീതം എന്ന് കരുതി പോകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള വേദഭാഗമാണ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കർത്താവിനെ കാണുന്ന ആ ഒരു സന്ദർഭം. അപ്പോൾ ഉത്തമഗീതത്തിൽ നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ശരീരഭാഗങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് അവന്റെ തലയെപ്പറ്റിയും അവന്റെ മുടിയെപ്പറ്റിയും പറയുന്നുണ്ട്, അല്ലേ? അവന്റെ മുടി എങ്ങനെയുള്ളതാ? അത് കാക്കയെ പോലെ കറുത്തിരിക്കുന്നെന്നാണ് ഉത്തമഗീതത്തിൽ പറയുന്നത്. എന്നാൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഹിമം പോലെ വെളുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരേ സമയം അവന്റെ മുടിയെപ്പറ്റി അത് വെളുത്തതാണെന്നും മറ്റേ ഭാഗത്ത് അത് കാക്കയെ പോലെ കറുത്തിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവന്റെ കണ്ണുകളെ പറ്റി എഴുതിയിരിക്കുന്നത് അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അവന്റെ കണ്ണ് നീർത്തോടുകൾക്ക് അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. മാത്രമല്ല, അവന്റെ മുഖത്തെ പറ്റി പറയുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു മുഖമാണെന്നാണ് ഉത്തമഗീതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ നാം വെളിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ അത് സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന ഒരു മുഖമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ അവന്റെ ചുണ്ടുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അവന്റെ അധരം താമരപ്പൂവും പോലെ അവന്റെ 13-ാം വാക്യം, അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവന്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കായഭംഗിയെ 2 രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ 2 എക്സ്ട്രീമിനെ ഇവിടെ പരിശുദ്ധാത്മാവ് പല വ്യക്തികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് ഒപ്പോസിംഗ് ആയിട്ട്, ഇതൊരു കോൺട്രഡിക്ഷൻ അല്ല, ഇതൊരു വിരോധാഭാസമല്ല. പകരം നേരത്തെ നമ്മൾ എഫെസ്യർ ലേഖനത്തിൽ കണ്ടതുപോലെ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്ന ആ വ്യക്തിത്വത്തിന്റെ അറ്റങ്ങളെ പറ്റിയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെയും അവന്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ, നാം അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന, എന്നാൽ ഇതുവരെ ശ്രദ്ധിച്ച് പഠിച്ച പോലല്ല, ഇതിനേക്കാൾ ഇനിയും സൂക്ഷ്മമായി പഠിക്കേണ്ടുന്ന ഒരു ആവശ്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കർത്താവിനെ പറ്റി യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവൻ വെളിച്ചമായിരുന്നു, മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചത്തെ പറ്റി കാലാകാലങ്ങളായിട്ട് മനുഷ്യർ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. വെളിച്ചത്തെ പറ്റി വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആദ്യമേ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഐസക് ന്യൂട്ടൺ ആയിരിക്കും. തൻ്റെ കോർപ്പസ്കുലാർ തിയറി വെച്ചും അതുപോലെ തൻ്റെ പ്രിസം വെച്ചിട്ട് ചെയ്ത എക്സ്പെരിമെന്റുകളും എല്ലാം വെളിച്ചത്തിന്റെ പല സ്വഭാവ ശ്രേഷ്ഠതകളെയും മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു. മനുഷ്യൻ വിചാരിച്ചിരുന്നത് ഈ ലൈറ്റ് ഒരു പാർട്ടിക്കിളായിട്ട് തന്നെ തുടരുന്നു എന്നാണ്. അതായത് പ്രകാശം ഒരു കണികയാണ്, അതിനകത്ത് വസ്തുപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില എലമെന്റ്സ് അതിനകത്തുണ്ട്. അപ്പൊ ആ ഒരു വീക്ഷണകോണിൽ നിന്ന് മാത്രമാണ് ആ 300 വർഷക്കാലം മനുഷ്യർ വെളിച്ചത്തെ പറ്റി പഠിച്ചിരുന്നത്. എന്നാൽ 20-ാമത്തെ നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ തോമസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വെളിച്ചത്തിന്റെ വേറൊരു പ്രോപ്പർട്ടി കൂടെ തന്റെ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. അതായത് ഇത് കേവലം ഒരു കണികയല്ല, ഇത് ഒരു പാർട്ടിക്കിൾ അല്ല, ഇതൊരു വെയ്വും കൂടെയാണ്. അതായത് പ്രകാശം ഒരു വെയ്വ് പോലെ നമുക്ക് അതിന്റെ നേച്ചറിനെ മനസ്സിലാക്കാം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു പാർട്ടിക്കിളുമാണ്, ഒരു വെയ്വുമാണ്. അപ്പോൾ വെളിച്ചത്തെ പറ്റി മനുഷ്യർ ഇങ്ങനെ പഠിച്ച് പാർട്ടിക്കിളും വെയ്വുമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനു മുമ്പ് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു ഉദാഹരണമാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അതിന്റെ കണ്ടുപിടുത്തലിന് ശേഷം മനുഷ്യന് പല രോഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. അത് ആദ്യമേ അതിന്റെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. എന്ന് പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പല പാപ സ്വഭാവങ്ങളും പുറത്തു വരും. ആ ഒരു പാപ സ്വഭാവം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ, അത് ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് തിരുത്തി മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉത്തമഗീതത്തിലും വെളിപ്പാടിന്റെ പുസ്തകത്തിലും കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ വഴികളുടെ അറ്റങ്ങളെ പറ്റി അവിടെ പറഞ്ഞേക്കുക. അത് വിരോധാഭാസമല്ല, അത് കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിന്റെ ഭാഗം അതൊക്കെ, അവന്റെ സ്വഭാവത്തിന്റെ അറ്റങ്ങൾ അതൊക്കെ. അങ്ങനെ നമ്മൾ കണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ പറ്റി പല ഉപമകളിലൂടെ കർത്താവിനെ പറ്റി നമുക്ക് തിരുവെഴുത്ത് പറഞ്ഞു തരുന്നുണ്ട്. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളോട് കർത്താവിനെ കമ്പയർ ചെയ്യുന്നു. മാത്രമല്ല അഭൗമികമായിട്ടുള്ള കാര്യങ്ങളോടും കർത്താവിനെ കമ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഭൗമിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, ജീവൻ ഉള്ളതുണ്ട്, ജീവൻ ഇല്ലാത്തതുണ്ട്. ഉദാഹരണത്തിന് കർത്താവിനെ പാറ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ തീക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കർത്താവിനെ പറ്റി അവൻ പല ടൈപ്സ് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്, അതായത് വിലയേറിയ ചില കല്ലുകളെ പറ്റിയും കർത്താവിനെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ജീവനുള്ള പല കാര്യങ്ങളോടും കർത്താവിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചായിരുന്നു. അവൻ നിത്യജീവ വൃക്ഷമാണ്. അഭൗമികമായ പലതിനോടും കർത്താവിനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. അവൻ നീതിയൻ സൂര്യനാണെന്ന് നമ്മൾ പ്രവചനങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ വെളിപ്പാടിൽ നമ്മൾ വീണ്ടും കാണുന്നു, അവൻ ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന്, ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ എന്ന് കർത്താവിനെ പറ്റി അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനോട് തുടർന്ന് ചില കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധയെ തിരിക്കാമെന്ന കർത്താവിൽ ശരണപ്പെടുന്നു. പല മൃഗങ്ങളോടും കർത്താവിനെ ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, സ്നാനജലത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും
ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദയുടെ സിംഹമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സിംഹം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സിംഹം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മൃഗമാണ്. ഒരുപക്ഷെ തൻ്റെ ശൗര്യവും തൻ്റെ എടുപ്പും ആ നിൽപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ പ്രിയം തോന്നും. കാട്ടിലെ രാജാവെന്ന് എല്ലാവരും പറയുന്ന ഒരു മൃഗമാണ് ഈ സിംഹം. കാട്ടിൽ താമസിക്കുന്ന സിംഹത്തിന്റെ ഏകദേശമുള്ള പ്രായമെന്ന് പറയുന്നത് വെറും 8 മുതൽ 15 വയസ്സ് വരെ മാത്രമേ അത് സിംഹം ജീവിക്കത്തുള്ളൂ. എന്നാൽ ക്യാപ്റ്റിവിറ്റിയിൽ വരുമ്പോൾ അത് ഒരു 20 വർഷത്തോളം ജീവിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സിംഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള പൂച്ചകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ സോഷ്യൽ ആയിട്ടുള്ളൊരു മൃഗമാണ്. പൂച്ചകൾ സാധാരണ പൂച്ചവർഗത്തിൽപ്പെട്ട ബാക്കി ഏത് ജന്തുക്കളും സാധാരണ ഒറ്റയ്ക്ക് സോളിറ്ററി ആയിട്ട് നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസാണ്. ഉദാഹരണത്തിന് പുള്ളിപ്പുലിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. കടുവയെ നോക്കുകയാണെങ്കിൽ അതും ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ഇനി നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ പൂച്ചകളെ നോക്കുകയാണെങ്കിൽ അതും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സിംഹം ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ടുള്ളൊരു പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജന്തുവാണ്. അത് സോഷ്യലായിട്ട് ജീവിക്കുന്ന ഒരു ആനിമലാണ്. അതായത് കൂട്ടം കൂടി ജീവിച്ച് പോകേണ്ടതിന് കൂട്ടം കൂടി അങ്ങനെ നടക്കുന്ന ഒരു മൃഗം. സാധാരണ സിംഹക്കൂട്ടത്തിനകത്ത് 1, 2, 3 ആൺസിംഹങ്ങൾ വരെ നേതാക്കന്മാരായിട്ട് നടക്കാറുണ്ട്. എന്നാൽ 10 മുതൽ 15 വരെയോളം വരുന്ന പെൺസിംഹങ്ങളും കുഞ്ഞുങ്ങളും ഈ സിംഹക്കൂട്ടത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. സിംഹത്തെ പറ്റി പറയുമ്പോൾ അത് വളരെ ടെറിട്ടോറിയൽ ആയിട്ടുള്ളൊരു മൃഗമാണ്. അതിൻ്റെ അതിർത്തികളെ വളരെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു മൃഗമാണ്. വേറൊരു ശത്രുവിനെയും അകത്തേക്ക്, ആ വലയത്തിനകത്തേക്ക് അത് കയറ്റാൻ യാതൊരു താല്പര്യവും കാണിക്കാറില്ല. അവരെയെല്ലാം തുരത്തി ഓടിക്കാറാണ് പതിവ്. ഇത്രയുമൊക്കെ മഹത്വമുള്ള ഒരു മൃഗമായിരുന്നാലും സിംഹത്തിന്റെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പൊ ഈ സിംഹത്തിന്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാൻ ബേസാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ഇവിടെ ജീവിച്ചിട്ട് മരിച്ചങ്ങ് പോവായിരിക്കും. എന്നാൽ നമ്മളെക്കാട്ടിയും താല്പര്യത്തോടെ ലോകമെമ്പാടുമുള്ള പല ആൾക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജീവികളാണ് സിംഹം. അതുകൊണ്ടാണ് പല ഡോക്യുമെന്റേറ്റേഴ്സും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ സുവോളജിസ്റ്റും ഒക്കെ അവരെ നിരന്തരം സിംഹക്കൂട്ടങ്ങളെ പിന്തുടർന്ന് അവരെ പറ്റി പഠിക്കാറുണ്ട്. മാത്രമല്ല ചില സിംഹങ്ങളെ അവർ പിടിച്ച് ബെൽറ്റൊക്കെ കെട്ടി അതിന് പേരൊക്കെ ഇട്ട് അതിന്റെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ആ പോയിലുള്ള മാർക്കൊക്കെ എടുത്ത് സൂക്ഷിച്ച് അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് അങ്ങനെ ഒരു വലിയ ഫാൻ ബേസ് തന്നെയുള്ള ഒരു മൃഗമാണ് സിംഹം. അവയുടെ എണ്ണത്തിന്റെ കണക്കും അവർക്ക് പേരൊക്കെ ചൊല്ലി വിളിച്ച് അവരുടെ കറക്റ്റായിട്ട് അവരുടെ ഓരോ ദൈനംദിനമുള്ള മൂവ്മെന്റ്സും വീക്ഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഒരു മനുഷ്യന് ഇത്രയും പരിഗണന ആരും തന്നെന്ന് വരികയില്ല. എന്നാൽ സിംഹത്തെ പറ്റി എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ആനിമലാണ്. എന്നാൽ വനത്തിൽ ജീവിക്കുന്ന സിംഹത്തെ സംബന്ധിച്ച് അതിൻ്റെ ജീവിതം അത്ര എളുപ്പമുള്ളൊരു ജീവിതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈയാണ്. അതായത് ജനിക്കുന്ന 10 സിംഹക്കുഞ്ഞുങ്ങളിൽ 1 മാത്രമേ അഡൽട്ടായിട്ട് എത്തത്തുള്ളൂ. ബാക്കി 9 മരിക്കും എന്നാണ് കണക്കുകൾ പറയുന്ന ഒരു കാര്യം. ഒന്നെങ്കിൽ അതിനെ കഴുതപ്പുലികൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ ആനയൊക്കെ ചവിട്ടി ഇത് ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ആൺസിംഹത്തിനെ വേറെ ഒരു എതിരാളി വന്ന് അറ്റാക്ക് ചെയ്ത് ആ സിംഹക്കൂട്ടത്തെ, ആ പ്രൈഡിനെ അടക്കി ഭരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ പ്രൈഡിലുള്ള ആ സിംഹക്കൂട്ടത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ എനിമി ആയിട്ടുള്ള സിംഹം കൊന്നു കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ആൺസിംഹത്തെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ 2-3 വയസ്സാകുമ്പോഴാണ് ഈ ആൺസിംഹം അഡോളസെന്റ് ആയിട്ട് മാറുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ആ സിംഹക്കൂട്ടത്തിൻ്റെ തലവനായിട്ടുള്ള സിംഹം ഇവരെ തുരത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവരെ ഈ സിംഹക്കൂട്ടത്തിൽ തന്നെ
തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു സിംഹമായിട്ട് മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല. ആ സിംഹക്കൂട്ടത്തിന് ഈ സിംഹങ്ങൾ ഒരു ലയബിലിറ്റി, ഒരു ബാധ്യതയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യങ് ഏജ് ആകുമ്പോൾ തന്നെ ഈ യങ് ലയൺസിനെ തുരത്തി ഓടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഏതെങ്കിലും യൗവനത്തിൽ ഇരിക്കുന്ന സിംഹക്കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകാൻ ഭാവം കാണിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സിംഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. അത്രയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സ്വഭാവമുള്ള ഒരു ജീവിയായിട്ട് സിംഹം ഇരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ സിംഹത്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം ചിന്തിച്ചല്ലോ. സിംഹത്തിന്റെ വനത്തിലുള്ള ജീവിതം വളരെ കഷ്ടപ്പാടാണ്. ഈ തുരത്തി ഓടിക്കപ്പെട്ട സിംഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഇര പിടിക്കാൻ അറിയത്തില്ല. അവർ അലഞ്ഞിങ്ങനെ നടക്കും. ബാക്കിയുള്ള മൃഗങ്ങളുടെ ശവശരീരങ്ങളിൽ നിന്നൊക്കെ ഭക്ഷിക്കും. അങ്ങനെ പൊരുതി മാത്രമേ ആ സിംഹത്തിന് പിന്നെ ജീവിതത്തിന് മുമ്പോട്ട് തുടരാനായിട്ട് കഴിയത്തുള്ളൂ. സ്വന്തമായിട്ടൊരു സിംഹക്കൂട്ടം ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ശക്തിമാനായിട്ടുള്ള വേറൊരു സിംഹത്തെ കൊല്ലേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും അതിനെ കീഴടക്കിയാൽ മാത്രമേ ഈ സിംഹങ്ങൾക്ക് പുതിയതായിട്ടൊരു കൂട്ടത്തെ ലഭിക്കുകയുള്ളൂ. ഈ സിംഹം എന്ന ജീവിയോടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് സിംഹത്തിന്റെ കഷ്ടപ്പാടുകളെ പറ്റി നമ്മൾ കണ്ടു അല്ലെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴും ഈ ഒരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു എന്ന പ്രവചന പുസ്തകങ്ങളിൽ നമ്മൾ അവനെക്കുറിച്ച് കാണുന്നു. ഒരു സിംഹത്തിന്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്ന അവൻ കഷ്ടാനുഭവങ്ങളാൽ, രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ആ സിംഹത്തിന്റെ ഗാംഭീര്യം നമ്മൾ കാണുന്നത് എവിടാ? താൻ തന്റെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നമുക്ക് വേണ്ടി രക്ഷാനായകനായി തീർന്നപ്പോൾ മാത്രമാണ്. തന്റെ സഭയെ തന്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത് തനിക്ക് ഒപ്പം ഇരുത്തിയപ്പോൾ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹത്വം ലോകത്തിനെമ്പാടും വെളിവായി വന്നത്. അങ്ങനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായിരിക്കുന്ന ഒരു സ്വഭാവം നിറഞ്ഞ സിംഹമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സിംഹങ്ങളെ പറ്റി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സഹിഷ്ണുതയുള്ളൊരു ജീവിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോകാൻ ശ്രമിക്കുന്നതിനിടെ ഒത്തിരി യുദ്ധങ്ങളുണ്ടാകും മറ്റു സിംഹങ്ങളുമായിട്ട്. അപ്പൊ ഈ യുദ്ധങ്ങളിൽ നിന്നെല്ലാം അനേകം മുറിപ്പാടുകൾ ഈ സിംഹത്തിന് ഏൽക്കും. എന്നാലും പിന്നെയും ആ മുറിപ്പാടുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ സിംഹത്തിന്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സഹിഷ്ണുത നിറഞ്ഞ ഒരു ജീവിയാണ് സിംഹം. കർത്താവായ യേശു ക്രിസ്തു കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചു. തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ക്രൂശിനെ അവൻ സന്തോഷത്തോടെ സഹിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അത് ചെയ്തത്. ഏതൊരു സിംഹവും അങ്ങനെ തന്നെയാണ്. തന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഭാവിയെ ഓർത്തിട്ട്, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന സിംഹക്കൂട്ടത്തെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ടാണ് ഈ സഹിഷ്ണുതയെല്ലാം അത് ഏൽക്കുന്നത്. എന്ന് പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവും സഹിഷ്ണുത നിറഞ്ഞവനായി ക്രൂശിനെ സഹിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സിംഹം വളരെ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആനിമലാണ്. പ്രത്യേകിച്ച് ആൺസിംഹങ്ങൾ ഏതറ്റം വരെയും തൻ്റെ സിംഹക്കൂട്ടത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ആൺസിംഹം കടന്നു ചെല്ലും. പല സിംഹങ്ങളുടെ ബാറ്റിൽസും കാണുവാൻ സാധിക്കും. അതിനകത്തെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ ഡിഫെൻഡിങ് സിംഹം ഒറ്റയ്ക്കായിരിക്കും. അതിന് കൂട്ടായിട്ട് പെൺസിംഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ യങ് ആയിട്ടുള്ള അഡോളസൻസോ അങ്ങനെ ഒന്നും യാതൊരു സപ്പോർട്ടും കാണത്തില്ല. എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു വ്യക്തിത്വത്തെ ആണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുന്നത്. കാരണം ദൂതന്മാർക്കോ ഒരു മനുഷ്യനോ ഈ ക്രൂശ് ഭാരം ഏറ്റെടുക്കുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു താൻ തന്നെ ഒറ്റയ്ക്ക് ആ ക്രൂശിനെ സഹിച്ച് ത്യാഗപൂർണമായി ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ഒരു യാഗം ക്രൂശിങ്കൽ അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹിതന്മാർക്ക് ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ സിംഹത്തെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മൃഗമാണ്. നാം അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കാണുന്നത്. അവൻ സഭയുടെ തലയാണല്ലോ. അവൻ ആ ശരീരത്തിന്റെ തലയായിട്ട്, രക്ഷിതാവായിട്ട് നമുക്ക് അവനെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു ആൺസിംഹം വളരെ പ്രൊട്ടക്ഷൻ നൽകുന്ന, ഒരു പ്രൊവിഷൻ നൽകുന്ന ഒരു മൃഗമാണ്.
നഹൂമിന്റെ പ്രവചനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, 11-12. നഹൂം പ്രവചനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ആരും ഭയപ്പെടുത്താത്ത സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. അവിടെ ആ സിംഹം എങ്ങനെയാണ് തന്റെ കൂട്ടത്തിന് വേണ്ടിയിട്ട് കരുതുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവിനെ യഹൂദയുടെ സിംഹം എന്ന് തിരുവെഴുത്ത് വിളിക്കുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ അവർ സൂയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് കളഞ്ഞു വാതിലിന് മുട്ടി, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങൾ അവനെ ഫോയിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, അരുതേ, എന്റെ സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഈ ആൾ എന്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ കന്യകയായ എന്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവിൻ. ഈ ആളോടോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ ഉണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ വേൽക്കാരം ചെയ്തു. നേരം വെളുക്കാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു തന്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിൽക്കൽ വീണു കിടന്നു. അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ വാതിൽ തുറന്നു തന്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവന്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമ്മരപ്പടിയിന്മേലായി വീണു കിടക്കുന്നു. അവൻ അവളോട്, എഴുന്നേൽക്ക, നാം പോക എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ടു തന്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്തു അംഗമംഗമായി തന്റെ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ചു ഇസ്രായേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ ഇന്നു വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറവിൻ എന്ന് പറഞ്ഞു. അവിടെ വളരെ മോശപ്പെട്ട ഒരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നടക്കുന്നത് ബെന്യാമീൻ ഗോത്രത്തിന്റെ അതിർത്തികളിലാണ് ഇത് നടക്കുന്നത്. ഗിബയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേവ്യൻ രാപാർക്കുവാൻ തന്റെ വെപ്പാട്ടിയുമായിട്ട് വരുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ചില നീചന്മാരാണ് ഈ പ്രവൃത്തി അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ഈ നീചന്മാർ? ഇവർ എങ്ങനെയുള്ള മനുഷ്യരാണ്? ഇത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പാരലായിട്ടുള്ള പാസേജ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ലോത്തിന്റെ ഭവനത്തെ ചുറ്റിയത് ഇതേ സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോതോമ്യർ എന്നുള്ള പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അവരുടെ പാപം സോതോമിലെ പാപത്തിനും ഈ ഗിബയിലെ പുരുഷന്മാർ ചെയ്ത പാപത്തിനും സിമിലർ ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ. കാരണം നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഒരല്പം പുളിപ്പ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്ന്. അപ്പോൾ ഈ പാപത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റാപ്പിഡ് ആയിട്ടുള്ളൊരു വൈറസ് പോലെ അത് ബാധിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ദുഷ്ടത ഇങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടായത്? ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം ബെന്യാമിൻ എന്ന ഗോത്രത്തിൽ എങ്ങനെ ഇങ്ങനത്തെ വലിയൊരു പ്രശ്നം ഉണ്ടായി? അത് തന്നെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അവർ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനത്തെ ഒരു നീച പ്രവൃത്തി എങ്ങനെ ബെന്യാമീൻ ഗോത്രത്തിൽ ഉണ്ടായി? തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാർ ആ നാട്ടുകാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും നമുക്ക് വെക്കേണ്ട കാര്യമില്ല. ബെന്യാമീനർ എന്തുകൊണ്ട് കുറ്റകൃത്യത്തോട് ചേർന്ന് നിന്നു?
നമുക്ക് 20-ാമത്തെ അധ്യായം കൂടെ ഒന്ന് വായിക്കാം. 20-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബേർഷേബ വരെയും ഗിലെയാദ് ദേശത്തും ഉള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളായ 4,00,000 കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമീൻ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ ഭവിച്ചു എന്ന് പറവിൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എൻ്റെ വെപ്പാട്ടിയും ബിന്യാമ ദേശത്ത് ഗിബയിൽ രാപാർപ്പാൻ ചെന്നു. എന്നാറെ ഗിബയാനി വാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എൻ്റെ നിമിത്തം വീട് വളഞ്ഞ് എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എൻ്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു. നിങ്ങൾ എല്ലാവരും ഇസ്രായേലല്ലയോ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തൻ്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും അരുത്. നാം ഇപ്പോൾ ഗിബയോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 100 പേരെയും 100 പേരെയും 10,000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേലൊക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രങ്ങളെയും ആളയച്ചു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത്? ഗിബയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവിൻ എന്ന് പറയിച്ചു. ബെന്യാമീനോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബയിൽ വന്നുകൂടി. അവിടെ ഇസ്രായേൽ മക്കൾ കർത്താവായ യഹോവയുടെ മുമ്പാകെ വന്ന് ഇതിനൊരു പോംവഴി കണ്ടെത്തേണ്ടതിന് അവർ കടന്നു വരുന്നതായിട്ട് മിസ്പയിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനത്തെ ഒരു ദോഷം നടന്ന എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ചേർന്ന് ആ നീചന്മാരെ വിട്ടുകളയേണ്ടതിന് പകരം ഇവിടെ ബെന്യാമീൻ ഗോത്രക്കാർ എന്താ ചെയ്യുന്നത്? ബെന്യാമീനോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ യുദ്ധത്തിന് പുറപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ബെന്യാമീൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നയത്തിലേക്ക് എത്തിച്ചേർന്നത്? തൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം, ബാക്കിയുള്ള ഗോത്രക്കാരെല്ലാം ഈ പാപം ചെയ്തവരും അത് പ്രോത്സാഹിപ്പിച്ചവരുടെ എതിരെ നിൽക്കുമ്പോൾ ബെന്യാമീൻ ഗോത്രം മാത്രം അവർക്കെതിരായി നിൽക്കുകയാണ്. ബെന്യാമീൻ ഓമനിക്കപ്പെട്ട ഒരു പുത്രനായിരുന്നു, അല്ലെ? സങ്കീർത്തനം 68:27 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീൻ ഉണ്ടായിരുന്നു. ഇപ്പൊ തിരുവെഴുത്തിൽ തന്നെ വളരെ ഓമനിച്ചാണ് ബെന്യാമീനെ ചിത്രീകരിച്ചതായിട്ട് നമുക്ക് കാണുന്നത്. അവൻ ചെറിയ ബെന്യാമീൻ എന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബൻ തൻ്റെ അവസാനത്തെ കാലങ്ങളിൽ ഏറ്റവും അടുത്ത ഒരു മകനായിട്ട് ബെന്യാമീൻ ഇരിക്കുക. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ യോസെഫ് ആയിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ താൻ വിചാരിച്ചു യോസെഫ് മരിച്ചുപോയി, ഇനി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ഉണ്ടായ ബെന്യാമീൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അവൻ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? മാത്രമല്ല തൻ്റെ സഹോദരന്മാരും വളരെ ലാളിച്ചാണ് ബെന്യാമീനെ വളർത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ യോസെഫിനോട് അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു കുത്തുനിമിത്തമായിരിക്കാം അവർ അങ്ങനെ ചെയ്തത്. അവരും ബെന്യാമീനെ സംബന്ധിച്ച് വളരെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സഹോദരന്മാരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ചെറിയ ബെന്യാമീൻ്റെ ഈ വലിയ നികൃഷ്ടമായ ഒരു പ്രവൃത്തി എങ്ങനെ നടന്നു? ബെന്യാമീൻ പദവിയുള്ളൊരു പുത്രനായിരുന്നു, അല്ലെ? ആവർത്തന പുസ്തകം 33:12 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 33:12. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. അവിടെ ബെന്യാമിനെ പറ്റി പറയുന്നത് അവൻ യഹോവയ്ക്ക് പ്രിയൻ എന്നാ പറയുന്നത്. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് ബെന്യാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സന്നിധിയിൽ
നിർഭയം വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ആൻഡ് ദ ഫോർ ഹി ഷീൽഡ്സ് ഹിം ഓൾ ഡേ ലോങ് ആൻഡ് ദ വൺ ദ ലോർഡ് ലവ്സ് റെസ്റ്റ് ബിറ്റ്വീൻ ഹിസ് ഷോൾഡേഴ്സ്. ഇവിടെ മലയാളത്തിൽ അവൻ ഗിരികളുടെ മധ്യ അധിവസിക്കുന്നെന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞത് അവൻ കർത്താവിൻ്റെ ഷോൾഡേഴ്സിൻ്റെ ഇടയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ബൈബിളിലെ മാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്തു നോക്കുവാനായിട്ട് കഴിയും. അവിടെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ആ മാപ്പിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ബെന്യാമീനെ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ദൈവം അവിടെ അവരുടെ അതിരുകളെ ആക്കി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ശത്രുരാജ്യം ആക്രമിക്കുകയാണെങ്കിൽ യഹൂദായെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബെന്യാമീൻ ഗോത്രത്തിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല, സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ അനേകം ഗോത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗോത്രമായിട്ട് ബെന്യാമീൻ ഇരിക്കുന്നു. മാത്രമല്ല, സൗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ചാവുകടലുണ്ട്. ചാവുകടൽ നീന്തി ആരും അക്കരെ കടന്നു വരികയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബെന്യാമീനെ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ പോലും കർത്താവിന്റെ മാർവിടത്തിൽ മാത്രമാണ് ചേർന്നിരുന്നത്. എന്നാൽ ബെന്യാമീനെ പറ്റി തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന അവൻ കർത്താവിന്റെ ഷോൾഡർ ബോൺസ്, ഇവിടെയുള്ള 2 ഷോൾഡർ ബോണിന്റെ ഇടയിൽ ഇരിക്കുന്നതായിട്ടാണ് ബെന്യാമീനെ പറ്റി എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ളൊരു ഇരിപ്പിടം ഉള്ളത് കൊണ്ടായിരിക്കും ഇമാതിരി ഉള്ളൊരു നികൃഷ്ട പ്രവൃത്തി അവരുടെ ഇടയിൽ വരുവാനായിട്ട് ഇടയായി തീർന്നതിന്റെ കാര്യം. മാത്രമല്ല, പ്രവചനപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ പോസിബിലിറ്റി ഉള്ളൊരു ട്രൈബാണ് ബെഞ്ചമിൻ. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നൊക്കെ പറഞ്ഞാണ് യാക്കോബ് അവനെ അനുഗ്രഹിക്കുന്നത്. ഇനിയും ശ്രേഷ്ഠമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ബെന്യാമീനുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാലും, അന്ന് ഗിബെയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്ത് കയ്യന്മാരായ 700 വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത കവണക്കാരായിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലിയരോ 4 ലക്ഷം ആയുധപാണികളായിരുന്നു. അവിടെ എണ്ണത്തിൽ കുറവായിരുന്നവർ ആയിരുന്നിട്ട് പോലും ബെന്യാമീനിയനെ പറ്റി പറയുന്നത് അവർ ഇടംകയ്യന്മാരായ ശ്രേഷ്ഠന്മാർ, വിരുദ്ധന്മാർ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേറെ സവിശേഷതകളുള്ള ഒരു ഗോത്രമാണ് ബെന്യാമീൻ. അവർ ഒരിക്കലും ചിന്തിച്ച് കാണുകയല്ല കർത്താവ് എന്നെ ശിക്ഷിക്കും എന്ന്. നാം നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനേക സ്വഭാവങ്ങളിൽ ആശ്വസിക്കുന്നവരായിരിക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, പാപത്തോട് ചേർന്ന് നിൽക്കുന്ന യാതൊരു പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ഇവിടെ ബെന്യാമീന്യർ തങ്ങളുടെ പ്രവചനങ്ങളിലും തങ്ങളുടെ യുദ്ധമെടുക്കിലും തങ്ങളുടെ വിരുദിലും എല്ലാം ആശ്രയിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ അവർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മിസ്സായിപ്പോയി. എന്തായിരുന്നു? ഇസ്രായേൽ ഗ്രഹം ഒക്കെയും കൂടി വന്നത് യഹോവയുടെ മുമ്പാകെ മിസ്പയിലാണ് എന്നുള്ള കാര്യം അവർ വിട്ടുപോയി. ഒരുപക്ഷെ നാം ഇങ്ങനെ ആശ്വസിക്കുന്നുണ്ടാകാം, ഞാൻ കർത്താവിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് കർത്താവ് എന്നെ തൊടുകയില്ല. എന്നാൽ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കർത്താവിനെ പറ്റിയിട്ടാണ്. അതിന്റെ 20-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ഇസ്രായേൽ മക്കൾ കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബെഥേലിലേക്ക് ചെന്നു. ബെന്യാമീനരോട് പടവെട്ടുവാൻ തങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. യഹോവ പറയുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ ഫിനേഹാസ് എന്ന് പറയുന്ന ആ മഹാപുരോഹിതന്റെ അടുക്കൽ ആലോചന പറഞ്ഞയക്കുക, യഹൂദ മുമ്പനായി ചെല്ലട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുക അവൻ യഹൂദയുടെ സിംഹമാണെന്ന്. എന്നാൽ അവൻ ശരിക്കും യഹൂദയുടെ സിംഹമായി വെളിപ്പെട്ട് വരുന്ന വേദഭാഗം ഈ ന്യായാധിപന്മാർ 20 കാരണം അവിടെ തൻ്റെ ഷോൾഡേഴ്സിന്റെ ഇടയിൽ വസിച്ച ബെന്യാമീന് നേരെ ഒരു സിംഹത്തെ പോലെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം തിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവിന്റെ സിംഹ സ്വഭാവം വെളിപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണ് ന്യായാധിപന്മാർ 20. പാപം ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് ആടുന്ന സ്ഥലത്ത് യഹോവ എന്തായാലും ഇറങ്ങി വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തായാലും ഇറങ്ങി വരും. 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ വലിയൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ബെന്യാമീന്യർ അവസാനം തോറ്റോടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്,
യഹോവ ബെന്യാമീനിനെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് നമുക്ക്. ആൻഡ് ദ ലോർഡ് സ്മോട്ട് ബെഞ്ചമിൻ ബിഫോർ ഇസ്രായേൽ. കർത്താവ് ബെന്യാമീനിനെ ഇസ്രായേലിന്റെ മുമ്പാകെ അടിച്ചു എന്നാണ് ശരിക്കുമുള്ള ട്രാൻസ്ലേഷനിൽ വരേണ്ടത്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഹെരോദാവിനെ ദൂതൻ അടിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ദാവീദിന്റെ മകനെ കർത്താവ് അടിച്ചതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടേമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യഹോവ ബെന്യാമീനരെ അടിച്ചു. ബെന്യാമീനരുടെ ജീവിതത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വാർണിങ്സ് ആണ് ഉള്ളത്. കാരണം താൻ ദൈവം സ്നേഹിക്കുന്ന ബെന്യാമിൻ, ചെറിയ ബെന്യാമിൻ, നമുക്ക് ഒരിക്കലും തിരുവഴുത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫോൾസ് അഷ്യൂറൻസ് നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മുടെ കാര്യം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും ഇങ്ങനത്തെ തെറ്റുകളൊക്കെ ജീവിതത്തിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആവർത്തന പുസ്തകം 32:8 മോശയുടെ പാട്ടിൽ നമ്മൾ അനേക കാര്യങ്ങൾ കാണുന്നുണ്ട്. 18-ാമത്തെ വാക്യം, നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉൽപ്പാദിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. അവിടെ കർത്താവിനെ മറന്നു കളഞ്ഞു എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് thou art unmindful and forgotten the God that formed thee. നീ അവനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കുന്നത്. കർത്താവിനെ, നിന്നെ രക്ഷിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ അവൻ നിനക്ക് സമീപസ്ഥനായിട്ടിരിക്കെ, കർത്താവ് ഇങ്ങനെ ഇരിക്കുക, എൻ്റെ മകനല്ലേ, അവൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ആലോചന ചോദിക്കും, അവൻ എങ്കിൽ നിന്ന് ചോദിച്ച് പഠിക്കും എന്നിങ്ങനെ നമ്മുടെ സമയം ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾ വേറെ പലതിലും നമ്മുടെ സമയം ചെലവഴിക്കുക. നമുക്ക് സ്വന്തമായിട്ട് കൗൺസിലർമാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അവൻ നമുക്ക് സമീപസ്ഥനായിട്ട് ഇരുന്നിട്ടും നമ്മൾ അവനെ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം. ഒരുപക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു മൂലയ്ക്ക് അങ്ങ് അടങ്ങിയിരിക്കും എന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുതെന്ന വാക്യമുണ്ട്. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വാക്യം വായിച്ചുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫോൾസ് അഷ്വറൻസ് വരുന്നത്. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 63-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ, യെശയ്യാവ് 63:8 മുതൽ 10 വരെ, അവൻ എന്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്ന് താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ്, പരിശുദ്ധാത്മാവ് കെട്ടുപോകും എന്നുള്ളത് ഒരു വശമാണ് അതിന്റെ. എന്നാൽ അതേ സമയം അത് ദൈവാത്മാവ് താഴ്മ നിറഞ്ഞ ആത്മാവായതുകൊണ്ട് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അങ്ങനെയാണ്. മക്കൾ, നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്. കർത്താവിന്റെ പല സ്വഭാവ ശ്രേഷ്ഠതകളെ നമ്മൾ നേരത്തെ കണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അതിന്റെ വേറൊരു വശം നമ്മൾ അറിയാതെ പോകരുത്. അവൻ അവർക്ക് ശത്രുവായി തീർന്ന് താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ മക്കളോട് പരിശുദ്ധാത്മാവ് യുദ്ധം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഇവിടെ ബെന്യാമീനരോടും കർത്താവ് അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ കർത്താവിനെ പറ്റി അവർക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ താൻ അവർക്ക് നേരെ തിരിഞ്ഞ് അവരോട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഫോൾസ് അഷ്വറൻസ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൈവം എനിക്ക് അനുകൂലൻ എങ്കിൽ എനിക്ക് പ്രതികൂലമാർ, അല്ലെ? അപ്പൊ അതിനകത്തുള്ളൊരു കാര്യം, കർത്താവ് എൻ്റെ കൂടെ എപ്പോഴാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. ആവർത്തന പുസ്തകം 32:23 വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും, എൻ്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും എന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും. ഇത് ഒരു വെറും വാക്കല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് തൻ്റെ അസ്ത്രങ്ങൾ നമ്മുടെ നേരെ ചെലവിടുക തന്നെ ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ 38:2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിരിക്കും. അപ്പോൾ പാപത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ കർത്താവ് എന്നെ ശേഷിപ്പിക്കുമായിരിക്കും, ഞാൻ ശേഷിപ്പുകളുടെ കൂടെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്നിങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യെശയ്യാവിന്റെ 65-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വൃദ്ധന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും, യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും, തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും എന്നിങ്ങനെ
ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുക. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു യഹൂദയുടെ സിംഹം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കീറിക്കളയുന്ന ഒരു സിംഹം തന്നെയാണ്. അതാണ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത്. ആവർത്തന പുസ്തകത്തിൽ വീണ്ടും കാണുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ അല്ലാതെ ദൈവമില്ല എന്നിപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. എന്നാൽ നാം ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 20:47 നമ്മൾ ഇങ്ങനെ കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 20:47 വാക്യം. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ ശിമോൻ പാറ വരെ ഓടി അവിടെ 4 മാസം പാർത്തു. ഇസ്രായേൽ പിന്നെയും ബെന്യാമീനരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. മതി. അവിടെ കാണുന്നത് ഏകദേശം 32,000 യുദ്ധവീരന്മാരുണ്ടായിരുന്ന ബെന്യാമീൻ ഗോത്രത്തിന് സംഭവിച്ച കാര്യമാണ്. അവിടെ എന്താ കാണുന്നേ? എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി. അന്ന് ഗിബയിൽ ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ എല്ലാ ബെന്യാമീന്യരും വാളിന്റെ വാൾത്തലയാൽ കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തോട് പോരാടുവാൻ വേണ്ടി എഴുന്നേറ്റ ജനം ദൈവത്താൽ ഛേദിക്കപ്പെട്ടവരായി റിമ്മോൻ പാറയിൽ ഒരു ശേഷിപ്പ് മാത്രം ഒളിക്കുന്ന രീതിയിൽ ആയിത്തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ റിമ്മോൻ പാറയിലുള്ള 600 പേർ മാത്രമേ ബെന്യാമീൻ ഗോത്രത്തിൽ പിന്നെ ശേഷിപ്പുള്ളൂ. അവിടെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും വരെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളെ ഏറ്റവും ഷോക്ക് ചെയ്യുന്ന കാര്യം. കാരണം കർത്താവിൻ്റെ ന്യായവിധി എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ 21-ാമത്തെ പുസ്തകത്തിൽ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ കർത്താവിന് മുമ്പാകെ കരയുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പോരാടുന്നതിന്റെ തീവ്രത, കർത്താവായ യേശു ക്രിസ്തുവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ തീവ്രത എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യരിൽ കാണുന്നുണ്ടല്ലോ, അവിശ്വാസികളുമായി ഇണയില്ലാപ്പെട കൂടരുത്. അതൊരു വെറും വാക്കല്ല. കാരണം ഇണയില്ലാപ്പെട കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടായിരിക്കും ഈ 600 പേരെ കർത്താവ് ശേഷിപ്പിച്ചത്? അത് തീർച്ചയായിട്ടും ദൈവിക സ്വഭാവമായ തൻ്റെ ദീർഘക്ഷമ തന്നെയാണ്. ഞാനിങ്ങനെ 2 കാര്യങ്ങളാണ് അതിനോടനുബന്ധിച്ച് എനിക്ക് ചിന്തിക്കാൻ ഇടയായത്. കർത്താവ് യേശു ക്രിസ്തു ഈ ബെന്യാമീനരെ എല്ലാവരെയും ഈ മ്ലേച്ഛതയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് കൊന്ന് ആ റിമ്മോൻ പാറ വരെ എത്തിയപ്പോൾ ഒരു പക്ഷേ താൻ കുറെ കാലങ്ങൾക്ക് മുമ്പാകെയുള്ള ഒരു സംഭാഷണം ചിന്തിച്ചു പോയി കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന്റെ അരികെ ബെന്യാമീൻ വരുന്ന ആ ഒരു രംഗം നമുക്കറിയാം. അവിടെ യോസേഫാണെന്ന് ബെന്യാമീന് മനസ്സിലാവുന്നില്ല. എന്നാൽ മകനെ, യഹോവയുടെ കൃപ നിന്നോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. അപ്പോൾ ഭക്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു എന്നുള്ള ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സംഭാഷണം നടന്നത്. എന്നാൽ കർത്താവ് ഈ റിമ്മോൻ പാറയിൽ സംഹരിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ ഒരു പക്ഷേ യോസേഫിനോടുള്ള തൻ്റെ ആ ഓർമ്മകൾ, ആ ഭക്തന്മാർ സംസാരിച്ച കാര്യം, യോസേഫ് അന്ന് ദൈവം മുമ്പാകെ ബെന്യാമീനോട് പറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു പ്രാർത്ഥന കർത്താവ് ഒരുപക്ഷെ ഓർത്തു കാണും. അങ്ങനെ ഈ 600 പേരെ കർത്താവ് അവിടെ സംഹരിക്കാതെ ശേഷിപ്പിച്ചു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുമ്പോട്ടുള്ള കാര്യമാണ്, ഒരു 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മറ്റാരുമല്ല, ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ ജനിച്ച ശൗൽ, പൗലോസായി തീർന്ന ശൗൽ. ഒരുപക്ഷെ താൻ വിശ്വാസികളെല്ലാം മുടിച്ചു പോകുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നിരിക്കാം. എന്നാൽ ആ റിമ്മോൻ പാറയുടെ മുമ്പാകെ എത്തിയപ്പോൾ കർത്താവ് ഒരുപക്ഷെ ആ പൗലോസിനെ കണ്ടു കാണും. നേരത്തെ തൻ്റെ സർവജ്ഞാനത്തിൽ, തൻ്റെ ഇറ്റേണൽ വിസ്ഡത്തിൽ, തൻ്റെ പ്രീ എമിനൻസ് എന്നുള്ള ആ ഒരു തൻ്റെ സോവറിനിറ്റി കൊണ്ട് കർത്താവ് ഒരുപക്ഷെ ആ പൗലോസിനെ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കാം തൻ്റെ പിതാക്കന്മാരിൽ ഒരുവൻ ഈ 600 പേരിൽ, ഈ ബെന്യാമീന്യരായ 600 പേരിൽ ഒരുവൻ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ആ ഗുഹയിൽ രാപാർത്തവരെ കൊന്നുകളയാതെ കർത്താവ് ദീർഘക്ഷമ കാണിച്ചത്. ഒരു വേദഭാഗം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യിരെമ്യാവിന്റെ 25-ാമത്തെ അധ്യായം 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ.
ആകയാൽ നീ ഈ വചനങ്ങളെ ഒക്കെയും അവരോട് പ്രവചിച്ചു പറയുക. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ചു, തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു. അവൻ തന്റെ മേച്ചിൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്. അവൻ സകല ജനത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. മതി. അവിടെ ഈ യൂദൈൻ സിംഹത്തെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയും. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ നേരെ അല്ല ഗർജിക്കുന്നത്. എങ്ങോട്ടാ ഗർജിക്കുന്നതെന്ന് നോക്കിയേ. അവൻ തന്റെ മേച്ചിൽ പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന യൂദൈൻ സിംഹം ബെന്യാമീൻ ഗോത്രത്തെ ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഇന്ന് തന്റെ സഭയാകുന്ന മേച്ചിൽപ്പുറമായ ശാരോൻ എന്ന് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ മേച്ചിൽപ്പുറത്തെ നോക്കി താൻ ഗർജിക്കുകയാണ്. കാരണം ലോകത്തിന്റെ കറകൾ നമ്മൾ പറ്റാനായിട്ട് പാടില്ല. വീണ്ടും തുടർന്ന് 34 വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നു. ഇടയന്മാരെ മുറയിട്ട് നിലവിളിപ്പിൻ, ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളുവേൻ. നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉടച്ചു കളയും. നിങ്ങളെ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും. ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും. യഹോവ മേച്ചിൽപ്പുറത്തെ പാഴാക്കി കളയുന്നത് കൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും. സമാധാനമുള്ള മേച്ചിൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചു പോയിരിക്കുന്നു. 38 വാക്യം, അവൻ ഒരു ബാലസിംഹം എന്ന പോലെ തന്റെ മുറ്റുകാട് വിട്ട് വന്നിരിക്കുന്നു. പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവന്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുവന്ന ഒരു കാര്യമാണല്ലേ ലോസ് ആഞ്ചലസിൽ പടർന്ന ആ ഒരു തീ. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഹോളിവുഡ് എന്ന് പറയുന്ന ആ ഒരു ആസ്ഥാനമുള്ള ലോസ് ആഞ്ചലസ് ദൈവത്തെ എങ്ങനെയൊക്കെ പരിഹസിക്കാമോ അങ്ങനെയൊക്കെ പരിഹസിച്ച് ഈ കഴിഞ്ഞൊരു ദിവസം അതിന്റെ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറയുന്ന ഒരു സെറിമോണിയിൽ പിന്നെയും അവർ കർത്താവിനെ പരിഹസിക്കുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചുമന്നിരിക്കുക, തീ കൊണ്ട് ചുമന്നിരിക്കുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കെട്ടിടങ്ങൾ ചെറിയ കത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് ഇടയായി. അത് ഒരുപക്ഷെ നരകത്തിന്റെ വാതിൽ എന്നവണ്ണം അത് തീക്ക് ഇരയായി തീർന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യൂദൈൻ സിംഹമാണല്ലോ. അവൻ തന്റെ മേച്ചിൽപ്പുറത്തെ നോക്കി ഗർജിച്ചിരിക്കുക. ഈ വലിയവനായ ദൈവത്തിന്റെ മുമ്പാകിൽ അവനോട് നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് അവനോട് നമുക്ക് റൈറ്റായിട്ട് ഇരിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം അവനോട് ഏറ്റുപറയാം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.